അവസ്ഥയാണ്. നൂറുകണക്കിന് വാഹനങ്ങളൊക്കെ ദിനംപ്രതി കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച വലിയ കോൺക്രീറ്റ് ഭിത്തിയുണ്ട്. അത് പൂർണ്ണമായും അടർന്ന് റോഡിലേക്ക് പതിച്ച ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് ഭിത്തികളൊക്കെ തന്നെ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത്. അതിനടിയിൽ പല മണ്ണ് ഉണ്ട്. ഇനി ആരെങ്കിലും നേരത്തെയൊക്കെ അത്ഭുതകരമായി ഒരാളെ മണ്ണിൽ നിന്ന് പുറത്തെടുക്കുന്ന ദൃശ്യമൊക്കെ തന്നെ നമ്മൾ കണ്ടു. ഇനി ആരെങ്കിലും ഇത്തരത്തിൽ മണ്ണിനടിയിൽ ഉണ്ടോ, അവരെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആശങ്കയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഡോഗ് സ്ക്വാഡിന്റെയും മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആളുകളെ ഈ മനുഷ്യ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും. അല്ല ഫൈസൽ, ഇത് ഈ അപകടം നടക്കുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഈ അപകടം നടക്കുമ്പോൾ പലരും പല ഭാഗത്തേക്കായി ചിതറിയോടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം പേർ ഏതൊക്കെ ഭാഗങ്ങളിലായി മണ്ണിനടിയിൽ പൂണ്ടു കിടക്കുന്നുണ്ടാകും എന്നതിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ലല്ലോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഒരു വ്യാപകമായ ഒരു തെരച്ചിലാണോ നടത്തുന്നത്? ദിവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മണ്ണ് മുകളിൽ നിന്ന് പൊട്ടി വരുന്ന 4 ഭാഗത്തേക്കായിട്ടാണ് മണ്ണ് അടർന്നു പോയിട്ടുള്ളത്. ഈ പുഴയുടെ തന്നെ 4 വശങ്ങളിലേക്കായി മണ്ണ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഫയർഫോഴ്സിന്റെയും NDRFന്റെയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ തിരച്ചിൽ നടക്കുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളിലും കൃത്യമായിക്കൊണ്ട് ആളുകൾ എത്തിക്കൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ആ മണ്ണിന്റെ ശക്തി ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ടാങ്കർ ലോറിയും അതുപോലെ ടൂറിസ്റ്റ് ബസ്സും ഉൾപ്പെടെ ആ ഒരു മണ്ണിന്റെ ശക്തി കൊണ്ട് പുറകിലേക്ക് വരുന്നതൊക്കെ തന്നെ നമുക്ക് ഭീകരമായി കാണുന്നു. ആ ടാങ്കർ ലോറി ആ ലോറി വഴിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ബസ് ഇപ്പോഴും പുഴയിൽ തന്നെയുണ്ട്. ബസ്സിൽ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ മണ്ണിന്റെ വേഗത എന്ന് പറയുന്നത് വളരെ ഭീകരമായി തന്നെയായിരുന്നു. അത് ആ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചത്. ഈ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ മണ്ണ് തെറിച്ചിട്ടുണ്ട്. അതിലാരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ നമുക്കിപ്പോൾ വ്യക്തതയില്ല. അപ്പോൾ നേരത്തെ ആളുകൾ ഇവിടെയുള്ള തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ 15 ആൾ എന്നുള്ളൊരു കണക്ക് പറഞ്ഞത്. ആ കണക്കനുസരിച്ചിട്ടുള്ള ആളുകളെ കണ്ടെത്തിയതും മിസ്സിംഗ് ആയ കണക്കുമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനി കൂടുതൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത ഇല്ല. എന്തായാലും ടൂറിസ്റ്റുകൾ ആരും അകപ്പെട്ടിട്ടില്ല എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരണം വന്നതാണ്. ഇനി റോഡരിയിൽ കാത്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പോൾ വ്യക്തതയില്ല. മണ്ണ് പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു ഡാറ്റയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ.